ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളൊരു ടൂറ് പോവുകയാണ് ചതുരംഗപ്പാറയ്ക്ക്. രാവിലെ 5 മണിക്ക് തന്നെ കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് യാത്ര തിരിച്ചു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയായിരുന്നു. മഞ്ഞ് മൂടിയ മാനം അങ്ങ് ദൂരെ കാണാം. ഞങ്ങളുടെ യാത്ര മനോഹരമാക്കുന്നതിന് ഇളം വെയിലിൽ പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയാൽ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കുന്നത് വേറൊരു വ്യക്തിയായതുകൊണ്ട് നമുക്കത് ശരിയായി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്, 10-47 പേരുള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ കൂടിയുള്ളവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേര്യമംഗലത്ത് വന്ന് അവിടെ സവിത ഹോട്ടലിൽ കയറി കാപ്പി കുടി കഴിഞ്ഞു. ഒരു വണ്ടിയുടെ മുന്നിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ചീയപ്പാറ വാട്ടർഫോളിൻ്റെ അവിടെ വന്നു. മഴയുള്ളത് കൊണ്ട് നല്ല വെള്ളച്ചാട്ടമാണ്. മനോഹരമായ കാഴ്ചകളാണ് അവിടെ. മലയുടെ മുകളിൽ നിന്ന് പാറയിൽ തട്ടി ചിതറി വരുന്ന വെള്ളത്തുള്ളികളെ കാണാൻ അതിമനോഹരമായിരിക്കുന്നു. അവിടുത്തെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തി ആണ് തുടക്കം തന്നെ. വണ്ടിയിലിരിക്കുന്ന ഓരോരുത്തരും പരസ്പരം പരിചയപ്പെടുകയും പാട്ട് പാടുകയും പാലയിൽ നിന്നുള്ള ജെയിംസാണ് ഞങ്ങൾക്ക് നാരങ്ങ മിഠായും ബീപ്പി വാങ്ങിച്ചു കൊണ്ടു തന്നു. ഞങ്ങളുടെ സാരഥിയായി പ്രകാശ് മാണിയും കണ്ടക്ടറായി മാങ്ങാനത്തു നിന്നുള്ള വിശാഖുമുണ്ട്. കൂടെ അനീഷ് മാണിയുമുണ്ട്. പാട്ടും കൊട്ടുമൊക്കെ ആകെപ്പാടെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മറ്റ് ചിലരെ ഫോട്ടോ എടുത്തതൊക്കെ ഒന്ന് കാണുന്നുണ്ട്. എല്ലാവരും ഒരു റിലാക്സ്ഡ് മൂഡിൽ തന്നെയാണ്. വെയിലൊതിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും സമയം പറഞ്ഞാണ് വിടുന്നത്. നല്ല പ്രായത്തിലുള്ളവർ യോജിക്കുന്ന രീതിയിൽ പാടുകയും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. ജോസാറ് കൊടുത്ത ഊത്ത് ഊതിക്കൊണ്ടിരുന്നു ആൾക്കാർ. പലരും വെളിയിലേക്ക് നോക്കിയിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിപ്പിൾ വാട്ടർഫോളിൽ എത്തിച്ചേർന്നു. 20 രൂപ എന്ന് എൻട്രൻസ് ഫീ എഴുതിയിട്ടുണ്ട്. എന്നാലും ട്രാൻസ്പോർട്ട് ബസ്സിൽ ചെല്ലുന്നവർക്ക് എന്തോ കൺസെഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി. നല്ലൊരു വനപ്രദേശമാണ്. ചെടികളൊക്കെ മനോഹരമായി വെച്ചിട്ടുണ്ട്. വലത്ത് സൈഡിലെ കടകളുണ്ട്. ആൻറ്റിക് സാധനങ്ങളും മറ്റുള്ള കടകളുണ്ട്. അവിടുന്ന് പ്രകൃതി ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെന്നാൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കണം. അതിൻ്റെ ഇടയ്ക്കെല്ലാം കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. മൂന്നാറിന് അടുത്തായിട്ടാണ് ഇത്. ഏകദേശം 19 കിലോമീറ്റർ ദൂരമാണിത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 1500 മീറ്റർ പൊക്കത്തിലാണ് സീ ലെവലിൽ നിന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം തന്നെയാണിത്. ഇവിടുത്തെ ചെറിയ കുളത്തിൽ തിലോപ്പിയയും കാർപ്പിനെയൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല ശക്തിയോടെ ഒഴുകി വരുന്നുണ്ട് വെള്ളം. കാറ്റുമുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടം തന്നെയാണ്. കാണുന്നതൊരു ഭാഗ്യവും. എല്ലാവരും ക്യാമറയിലും മൊബൈലിലുമൊക്കെ ഫോട്ടോകൾ എടുത്തു. പ്രകൃതി ഭംഗി ശരിക്കും പകർത്തിയെടുത്തു. ചെടികളൊക്കെ നല്ല ഭംഗിയാണ്. അവിടെ തന്നെ ചെറിയ കടയുണ്ട്. സ്നാക്സും കാപ്പിയും ഒക്കെ അവിടുന്ന് കഴിക്കാം. ഞങ്ങൾ ലേഡീസ് തന്നെ നിന്ന് ഫോട്ടോ എടുത്തു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്കിപ്പ് ലൈൻ വഴി യാത്ര ചെയ്യാവുന്നതാണ്. ഇതിന്
500 രൂപ അടച്ച് യാത്ര പോകാവുന്നതാണ്. പാറപ്പുറത്തും ഒഴുകുന്ന വെള്ളത്തിൻ്റെ മേളിൽ കൂടെ പോകണമെങ്കിൽ ഒരല്പം ധൈര്യം കൂടെ വേണം. അവിടുന്ന് പിന്നെയും ഞങ്ങൾ യാത്രയായി. പൊന്മുടി ഡാമിലാണ് എത്തിയത്. പന്നിയാർപ്പുഴയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ ഡാം പണിതപ്പോൾ മരണപ്പെട്ടവരുടെ മോണുമെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. ഇവിടുത്തെ വെള്ളം നല്ല കണ്ണുനിർപ്പൽ പോലെ കിടക്കുന്നു. കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. അത് വീണ്ടും ശാന്തമായി ഒഴുകിപ്പോകുന്ന കാണാം. അതിമനോഹരമാണ്. അവിടെ ബോട്ടിങ് ഉണ്ട്. ഞങ്ങൾക്ക് സമയമില്ലാത്തതിനാലും സമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ ബോട്ടിങ് വേണ്ടാന്ന് വെച്ച് ഡാമിന് മുകളിലൂടെ ഉച്ചവെയിലുമേറ്റ് ചീവീടുകളുടെ ഗാനാലാപനവും ആസ്വദിച്ച് ഞങ്ങൾ വണ്ടിൽ കയറി യാത്രയായി. മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതൊക്കെയും. അവിടുന്ന് ഞങ്ങൾ പിന്നെ കള്ളിമല വ്യൂ പോയിന്റിൽ പോയി. അവിടെ നിന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇടിവെട്ട് സീനറി എന്നൊക്കെ പറയുകയല്ലേ. അതിമനോഹരമായിരിക്കുന്നു. കണ്ണുകൾക്ക് ആനന്ദവും മനസ്സിന് സന്തോഷവും തരുന്ന അസ്ഥികൾ തുളയ്ക്കുന്ന കാറ്റും. അവിടെ പോയി നിന്ന് ആ കാറ്റും കൊണ്ട് ആ സീനറിയും കണ്ടാലേ അത് ശരിക്കും നമുക്ക് ഫീല് ചെയ്യുകയുള്ളൂ. കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിരും നൽകുന്ന കാഴ്ചകളാണ് അതൊക്കെയും. ഒരു കലാകാരൻ ചിത്രം വരച്ച പോലെ ഭംഗിയിലാണ് അത് കിടക്കുന്നത്. അവിടെ നിന്ന് എല്ലാവരും മനോഹരമായ ഫോട്ടോകളൊക്കെ എടുത്തു. എത്ര പറഞ്ഞാലും വാക്കുകൾക്ക് അതീതമാണ് അതിൻ്റെ സൗന്ദര്യം. ഭൂമിയിൽ ഇങ്ങനെയും മനോഹരമായ സ്ഥലമുണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അവിടെ നിന്ന് ഞങ്ങൾ രാജാക്കാട്ടിന് പോയി. അവിടെ തിരക്ക് പിടിച്ച റോഡിൽ നിന്ന് ഒഴിഞ്ഞ് ഉച്ച സമയമാണ്. ഞങ്ങൾ ചോറുണ്ണാനുള്ള പുറപ്പാടായിരുന്നു. നഗരത്തിൻ്റെ തിരക്കൊഴിഞ്ഞ ലെമൺ ഗ്രാസിൽ എത്തിച്ചേർന്നു. ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. ബുഫേ ആയിരുന്നു. മനോഹരമായ ഹോട്ടലും നല്ല ഭക്ഷണവുമായിരുന്നു. അവിടുന്ന് അവരുടെ മിലിറ്ററി വണ്ടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതൊന്ന് കിട്ടുമോ എന്നെല്ലാം എല്ലാവരും ചോദിച്ച് അവിടുന്ന് ഞങ്ങൾ മടങ്ങി. ഗ്യാപ്പ് റോഡിലേക്ക് പ്രവേശിച്ചു. അവിടെ തേയിലക്കാടുകളും എസ്റ്റേറ്റുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഒരു വശത്ത് തേയിലത്തോട്ടവും പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭംഗിയും ഉല്ലാസയാത്രയ്ക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. 80.4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഗ്യാപ്പ് റോഡിന്. കുട്ടികളൊക്കെ സാഹസികപ്രിയരായ ആൺപിള്ളേരൊക്കെ കാറിൻ്റെ ഡോറിലിരുന്നൊക്കെ ഇവിടെ യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിലേറെ നമ്മുടെ പ്രിയപ്പെട്ട അരിക്കൊമ്പൻ യാത്രയായപ്പോഴാണ് ഈ ഗ്യാപ്പ് റോഡൊന്ന് പോയി കാണണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നിയത്. അങ്ങ് ദൂരെയുള്ള മലകളും മഞ്ഞു മൂടിക്കിടക്കുന്ന മാനവും ഒക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു റോഡ് തന്നെയാണിത്. ഗ്യാപ്പ് റോഡ് വഴി അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ പെരികനാൽ വാട്ടർഫോളുണ്ട്. ഒരു വശത്ത് തേയിലത്തോട്ടവും മറുവശത്ത് വെള്ളച്ചാട്ടവുമായി മനോഹരമായ റോഡ്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ധാരാളം ആൾക്കാരവിടെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും കാണാനും ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുന്നതിനും. ഇത്രയും യാത്ര ചെയ്തിട്ട് ക്ഷീണവും മടുപ്പുമില്ലാതെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്.
പിന്നെയും യാത്ര തുടർന്ന് ഞങ്ങൾ ആനയിറങ്ങൽ ഡാമിൽ വന്നു. മൂന്നാറിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരമുള്ളതാണ്. പന്നിയാർപ്പുഴയിലാണ് ഇത് പണിതിരിക്കുന്നത്. ചിന്നക്കനാൽ, ശാന്തപ്പാറ പഞ്ചായത്തുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശം ഫോറസ്റ്റും മറുവശം ടാറ്റ ടീ എസ്റ്റേറ്റുമാണ്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളതാണ്. വെള്ളം നന്നായി കെട്ടി നിൽക്കുന്നുണ്ട്. ഒഴുകിപ്പോകാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാവരും ആ ഭംഗി ആസ്വദിച്ചു, ഫോട്ടോകളെടുത്തു. ചിലർ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നുമുണ്ട് അവിടെ ഇരുന്ന്. ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥി പ്രകാശ് മണി അതിമനോഹരമായി ഒരു ഗാനം ആലപിച്ചു. എല്ലാവരും അത് ആസ്വദിച്ചു. അവിടെ നിന്ന് ജനങ്ങളും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്നേഹിയും പാടിയവർക്കൊക്കെ മുട്ടായും ജെയിംസ് സാർ തന്നു. ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു വശമാണിത്. അതിൽ രാത്രിയിൽ ആന ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പകലധികം ഇറങ്ങി വരുന്നില്ല എന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വണ്ടികളൊക്കെ ഇപ്പറയാണ് ഇട്ടിരുന്നത്, കുറേ മാറ്റി. പക്ഷെ ഞങ്ങളുടെ ബസ് മാത്രം ഡാമിൻ്റെ സൈഡിലേക്ക് വിടാൻ അനുവാദം തന്നു. തേയിലക്കാടും അതിൻ്റെ തണൽ മരങ്ങളും എല്ലാം ഞങ്ങൾ കണ്ടാസ്വദിച്ചു. പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ദൈവം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കണ്ടാലും കണ്ടാലും മതി വരാത്ത പോലെ മനോഹരമായിരിക്കുന്നു. നമ്മൾ തന്നെ പോയാൽ ഇത്രയും സ്ഥലം കവർ ചെയ്യുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സമയം ബന്ധിതമായിട്ട് നടത്തുന്നതുകൊണ്ടാണ് ഇത്രയും സ്ഥലം കവർ ചെയ്യാൻ പറ്റുന്നത്. പാട്ടും കൂത്തും ബഹളവുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കലും മടുപ്പ് തോന്നാത്ത പോലെ മനോഹരമായിരുന്നു സീനറികളൊക്കെയും. അവിടുന്ന് ഞങ്ങൾ ചതുരംഗപ്പാറയിലേക്ക് നീങ്ങി. ചതുരംഗപ്പാറയിൽ നിന്ന് ഞങ്ങൾ ജീപ്പ് പിടിച്ചാണ് പോയത്. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് കള്ളിപ്പാറയ്ക്ക് പോകാൻ. കള്ളിപ്പാറ പോയി. അവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീലക്കുറിഞ്ഞികൾ പൂത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ വർഷം പൂക്കളില്ല. എങ്കിലും പ്രകൃതി അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് അടിച്ചു കയറുന്നു. ശക്തമായ കാറ്റാണ്. ജീപ്പിനെ പോലും പറപ്പിക്കുമോ എന്നെനിക്ക് തോന്നി. ഓഫ് റോഡിലൂടെ യാത്ര ശരിക്കും സാഹസികം തന്നെയാണ്. കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പുൽമേടാണ്. മലയുടെ അങ്ങ് മുകളിൽ വരെ ഞങ്ങൾ കയറുന്നില്ല. കാരണം കുറേ സ്ഥലം നടന്ന് കയറേണ്ടതായിട്ടുണ്ട്. ഇനിയും കാറ്റാടി പാടമൊക്കെ കാണാൻ പോകേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതൊക്കെ. അസ്ഥികൾ തുണയ്ക്കുന്ന തണുത്ത കാറ്റ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ജീപ്പ് ഓഫ് റോഡിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. ആ മലയുടെ മുകളിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റാണ്. അങ്ങ് ദൂരെ മനോഹരമായ മലകൾ. കാടിൻ്റെ ഭംഗിയും മലയുടെ ഭംഗിയുമെല്ലാം ആസ്വദിച്ച് ഒത്തിരി സമയം അവിടെ ചിലവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. മടങ്ങി കാറ്റാടിപ്പാടത്തിൻ്റെ അവിടേക്ക് പോരുകയാണ്.
അങ്ങനെ ഞങ്ങൾ കാറ്റാടിപ്പാടത്തെത്തി. മനോഹരമായ സ്ഥലമാണ്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബൗണ്ടറിയാണിത്. 3605 മീറ്റർ ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഫോട്ടോ എടുത്തു. സീനറികളൊക്കെ അവനവൻ്റെ മൊബൈലും ക്യാമറയിലും ഒക്കെ ഒപ്പിയെടുത്തു. ഞങ്ങൾക്കാവുന്ന വിധത്തിൽ ഞങ്ങൾ സന്തോഷം രേഖപ്പെടുത്തി. വീണ്ടും ഞങ്ങൾ മടങ്ങി. ജീപ്പിലിടുന്ന് കുലുങ്ങിയും മറിഞ്ഞും ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മുന്നേ പോകുന്ന ജീപ്പ് കണ്ടാൽ നമുക്ക് ശരിക്കും പേടി തോന്നും. അങ്ങ് ദൂരെ കേരളത്തിൻ്റെ കാറ്റാടികൾ വളരെ ഞരങ്ങി കറങ്ങുന്നുണ്ട്. ചിലത് അനങ്ങുന്നേയില്ല. വീണ്ടും ഒരിക്കൽ കൂടെ വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫോട്ടോകളൊക്കെ എടുത്തു. 790 രൂപയാണ് ഈ യാത്രയ്ക്ക് KSRTC വാങ്ങിക്കുന്നത്. എന്നാലും അതിലേറെ സ്ഥലങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ രസകരമാണ് ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ. സാധാരണക്കാരായ ആൾക്കാർക്ക്, യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് താങ്ങാവുന്ന തുകയേ ഉള്ളൂ. അല്പം ക്ഷീണവും ഇത്തിരി ദേഹത്തിനു വേനയും ഒക്കെ കാണും. ഒരു ദിവസം കഴിയുമ്പോൾ അത് മാറിക്കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. ആരോഗ്യമുള്ളപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് പോയി കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ധാരാളം ആൾക്കാർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണുന്നുണ്ട്. ലോകം മുഴുവൻ ഇതുപോലെ കറങ്ങി നടന്ന് കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് മടങ്ങുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.